നമസ്കാരം. നിലവിൽ മലയാള സിനിമയിലെ യൂത്തന്മാരിൽ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനാണ് ആസിഫ്. ഇപ്പോഴത്തെ ആസിഫിന്റെ ചില വാക്കുകളാണ് വൈറലാകുന്നത്. സിനിമയിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അത് തുടരാൻ ആസിഫിന് സാധിച്ചിരുന്നില്ല. മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ ആസിഫിനെ പിന്നിലാക്കി. എന്നാൽ സമീപകാലത്ത് ആസിഫിന് നല്ല കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത മികച്ച സിനിമകൾ ഭാഗമാകാനുണ്ട്. ആത്മാഭിമാനത്തെക്കാൾ തനിക്ക് ആത്മവിശ്വാസമാണ് കൂടുതലെന്ന് നടൻ ആസിഫ് അലി പറയുന്നു. സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും എന്റെ പരിശ്രമങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് ഇക്കാലയളവിൽ താൻ ശീലിച്ചു പോയിട്ടുണ്ട്. കാസർഗോഡ് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്നെ വളരെ മോശം രീതിയിൽ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ വന്നിരുന്നു. എങ്ങനെയാണ് ആസിഫ് ഇത്രയും കാലം സിനിമയിൽ പിടിച്ചു നിന്നതെന്നായിരുന്നു ആ റിവ്യൂവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. പക്ഷെ ആ സമയത്തും മനസ്സിൽ തോന്നിയത് ഒന്നിൽ നിന്നും തുടങ്ങാം എന്നാണ്. അതെനിക്ക് നന്നായി വശമുണ്ട്. മനോരമ ന്യൂസ് നേരെ ചൊവ്വ പരിപാടിയിലാണ് ആസിഫിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. അപൂർവരാഗം, കഥ തുടരുന്നു തുടങ്ങിയ സിനിമകളുടെ സമയത്ത് രസകരമായ ചില അനുഭവങ്ങളും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ആസിഫ് അഭിമുഖത്തിൽ പറഞ്ഞു. ആസിഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഥ തുടരുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് 27 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഷൂട്ടിംഗ് സെറ്റിലെത്തുന്നത്. ആകെ എനിക്ക് അറിയുന്നത് സത്യൻ അന്തിക്കാടിനെ മാത്രമാണ്. എന്റെ ഫസ്റ്റ് സീൻ മമതയുമായി ഇരുന്ന് സംസാരിക്കുന്നതാണ്. മമതയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. പേടിച്ചിട്ട് എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നൊക്കെ മാറ്റം വന്നുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപൂർവരാഗത്തിന്റെ പാട്ടിന്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത്. സ്വാഭാവികമായും ഒരാൾ അവിടേക്ക് വരുമ്പോൾ അയാളെ എങ്ങനെ തോൽപ്പിക്കാം എന്നായിരിക്കും അവിടെയുള്ളവരുടെ ചിന്ത. പാട്ടിന്റെ കൊറിയോഗ്രാഫി ചെയ്തത് ശാന്തി മാസ്റ്ററാണ്. പാട്ട് രംഗത്തിൽ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആകുന്നത് 4 മണിക്കൂറിന് ശേഷമാണ്. ആ സമയം കൊണ്ട് ആളുകൾ ചിരിക്കുന്നു, കമന്റ് അടിക്കുന്നു. ആത്മഹത്യയെ വരെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. രാവിലെയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയത്. എല്ലാം ഓക്കെ ആവുന്നത് 11:30ഓടെയാണ്. അപ്പോഴേക്കും വെയിൽ കൊണ്ട് എന്റെ മുടിയിലെ ജെല്ല് പോയി. മുഖമാകെ കരിവാളിച്ച് ഞാൻ വല്ലാതെയായി. അവസാനം ഞാൻ സിബി സാറിന്റെ അടുത്ത് പോയി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആളുകൾ എന്നെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഞാൻ ഒരുപാട് എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ എത്ര പേർ ആഗ്രഹിക്കുന്ന കാര്യമാണ്? എത്ര പേർക്ക് കിട്ടും ഈ ഭാഗ്യമൊക്കെ? കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായത് എന്റെ മനസ്സൊന്ന് വിഷമിപ്പിച്ചോ എന്ന് കരുതി ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം എന്റെ പ്രതികരണം പോലും ചോദിക്കാതെ എനിക്ക് വേണ്ടി സംസാരിച്ചു. ഫോൺ എടുക്കാത്ത സ്വഭാവം കാരണം തനിക്ക് പല സിനിമാ അവസരങ്ങളും നഷ്ടമായിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു. ഫോൺ എടുക്കാതിരുന്നത് മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ തന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരു മാനേജറെ നിയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു മൾട്ടി ടാസ്കർ അല്ല. ഒരു സിനിമയുടെ എല്ലാ രീതിയിലുള്ള ടെൻഷനും എടുക്കാൻ പറ്റുന്ന ആളല്ല. പ്രത്യേകിച്ച് ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കിയേക്കുമെന്നും ആസിഫ് പറഞ്ഞു.